സ്നേഹിതരെ, ഒരിക്കൽ കൂടി ഒരു ക്രിസ്മസ് കാലഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ലോകമെങ്ങും ക്രിസ്മസ് ആഘോഷത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു. പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഒരു മാസത്തിൽ കൂടുതലുള്ള ക്രിസ്മസ് ആഘോഷമാണ് നടക്കാൻ പോവുക. അതോടൊപ്പം തന്നെ ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം, ഇതൊരു ഇയർ ഓഫ് ഡിസ്റപ്ഷൻ ആണ്. അതായത് തകിടം മറിക്കലുകളുടെ കാലഘട്ടമാണ്. ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മറ്റ് ടെക്നോളജികളും വളർന്നതനുസരിച്ച് റോബോട്ടുകളൊക്കെ മനുഷ്യൻ്റെ ബുദ്ധിക്ക് അതീതമായിട്ട് ചില പ്രവർത്തനങ്ങൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു. പല ജോലികളും ഇന്ന് റോബോട്ടുകൾ ഏറ്റെടുത്തു. ഡ്രൈവർമാരില്ലാത്ത കാറുകൾ ഇന്ന് നിരത്തിൽ കൂടി ഓടാൻ തുടങ്ങി. ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ടെക്നോളജി വെച്ചിട്ട് വലിയ മായാജാലങ്ങൾ ഇന്ന് ടെക്നോളജിയിൽ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇതാണ്: ഈ ഒരു ഡിസ്റപ്ഷൻ, ഈ ഒരു തകിടം മറിക്കൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു നടത്തിയിരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു രക്ഷകനെ പ്രതീക്ഷിച്ച് ലോകം മുഴുവൻ കാത്തിരുന്നപ്പോൾ തമ്പുരാൻ കടന്നു വന്നത് വളരെ അപ്രതീക്ഷിതമായ സ്ഥലങ്ങളിൽ അപ്രതീക്ഷിതമായ ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിൻ്റെ ജനനത്തെപ്പറ്റി ആട്ടിടയന്മാർക്ക് ലഭിച്ച സന്ദേശം ഇതാണ്. ലൂക്കായുടെ 2-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു എന്ന് ജനിച്ചിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം: പിള്ളക്കച്ചുകൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. സഹോദരങ്ങളെ, രാജകൊട്ടാരങ്ങളിൽ യേശുക്രിസ്തു വന്നു പിറക്കുമെന്നാണ് അന്നത്തെ ജനം പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ അവിടെ ഒരു തകിടം മറിക്കലാണ് കർത്താവ് ചെയ്തത്. ദരിദ്രരായ ആളുകളോട് കൂടി ആയിരിക്കുവാൻ കർത്താവ് വന്ന് പിറന്നത് ഒരു പുൽത്തൊട്ടിയിലാണ്. പത്രോസ്, യോഹന്നാൻ തുടങ്ങിയ സ്ലീഹന്മാരുടെ ജീവിതത്തിൽ കർത്താവ് കടന്നു വന്നപ്പോൾ അവിടെ ഒരു തകിടം മറിക്കലുണ്ടായി. 12 സ്ലീഹന്മാരുടെയും ജീവിതത്തിൽ വലിയൊരു തകിടം മറിക്കലുണ്ടായി. ഈ 12 ശിഷ്യന്മാർ, അവരിൽ മുക്കുവന്മാരുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരിൽ ഏറ്റവും താഴ്ന്ന നിലയ്ക്കുണ്ടായിരുന്ന വ്യക്തികൾ ലോകം മുഴുവനും കർത്താവിൻ്റെ സുവിശേഷം എത്തിക്കുവാൻ അവർ അതിനെ പ്രാപ്തരാക്കി. അങ്ങനെ ഒരു തമ്പുരാനെയാണ് നമ്മൾ കണ്ടത്. ലോകം പ്രതീക്ഷിച്ച വ്യക്തികളെ അല്ല കർത്താവ് അതിനു വേണ്ടിയിട്ട് ഒരുക്കിയത്. ഇങ്ങനെ ഒരു തകിടം മറിക്കൽ ഈ കാലഘട്ടത്തിൽ, ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ ഒരു തകിടം മറിക്കൽ ഉണ്ടാകുമ്പോൾ അത് യേശുക്രിസ്തുവിനെ നോക്കിക്കൊണ്ട്, നമുക്കറിയാം, സങ്കീർത്തനം 34 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി. തമ്പുരാൻ്റെ നേരെ നോക്കി പ്രകാശരാകുവാൻ വേണ്ടി കർത്താവ് ഇന്ന് ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ നമ്മളെ ക്ഷണിക്കുകയാണ്. തകിടം മറിക്കലുകളുടെ ഈ കാലഘട്ടത്തിൽ, ഈ ക്രിസ്മസിനായി നമ്മൾ ഒരുങ്ങുമ്പോൾ നമുക്കും ഒരു തകിടം മറിക്കൽ നടത്താം. നമ്മുടെ ജീവിതത്തിലാകമാനം ഒരു തകിടം മറിക്കൽ നടത്താം. അതോടൊപ്പം തന്നെ ഈ ലോകത്തിൽ ക്രിസ്തുവിനെ കൊടുക്കുവാൻ 2000 വർഷങ്ങൾക്ക് ശേഷവും ഇനിയും ഈശോ അറിഞ്ഞിട്ടില്ലാത്ത അനേക മക്കൾ ഈ ലോകത്തുള്ളപ്പോൾ ശിഷ്യന്മാരെ പറ്റി അന്നത്തെ ജനം പറയുന്ന ഇതായിരുന്നു: ലോകത്തെ കീഴ്മേൽ മറിച്ച ആളുകൾ ഇവിടെയും എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഈ ലോകത്തെ കീഴ്മേൽ മറിക്കുവാൻ കർത്താവ് നമുക്ക് പറഞ്ഞു തന്ന കൽപ്പനകൾ അതനുസരിച്ചുകൊണ്ട് ഈ ലോകത്തിൽ, ഈ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ലോകമെങ്ങും ക്രിസ്തുവിന് വേണ്ടി ഒരുങ്ങുമ്പോൾ, ഒരുപക്ഷെ പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ ക്രിസ്തുവിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ഇന്ന് സാന്താക്ലോസിന് കൊടുക്കുന്ന ഈ കാലഘട്ടത്തിൽ യേശുവിന് വേണ്ടി ശബ്ദിക്കുവാൻ, യേശുവിന് വേണ്ടി ജോലി ചെയ്യുവാൻ ഒരു തകിടം മറിക്കൽ നമ്മുടെ ജീവിതത്തിൽ നടത്താൻ നമ്മളിന്ന് തയ്യാറായി ഈ ക്രിസ്തുവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം.